അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് സൗദിയിലാണ്. സൗദി കിരീടാവകാശിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നാളെ ഗൾഫ് ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. രഞ്ജിത്ത് രാമചന്ദ്രൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. രഞ്ജിത്ത്, സൗദിയുമായുള്ള ഈ കൂടിക്കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാം ടേമിൽ ട്രംപ് എത്തുമ്പോൾ ഇത്തരം സൗഹൃദങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗൾഫ് ഉച്ചകോടിക്ക് മുൻപായി നടക്കുന്ന ഈ ചർച്ച എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ശ്രീജ, ട്രംപിന്റെ പറക്കും കൊട്ടാരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുന്നതിനിടയിലാണ് മധ്യേഷ്യൻ സന്ദർശനം അദ്ദേഹം ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നമുക്കറിയാം, ഖത്തർ രാജകുടുംബം $400 ദശലക്ഷം വില വരുന്ന ഒരു ആഡംബര വിമാനമാണ് ട്രംപിന് സമ്മാനമായി നൽകുക എന്ന വാർത്ത ഒരാഴ്ച മുമ്പ് പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ വലിയ വിവാദങ്ങളാണ്. ആവശ്യമില്ലാത്ത ചിലവ് ട്രംപ് ഉണ്ടാക്കുകയാണെന്ന വിവാദമാണ് അദ്ദേഹത്തിന്റെ എതിർ പാർട്ടിക്കാരൊക്കെ ഉന്നയിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പ്രതികരണവുമായി രംഗത്ത് വന്നത്. തികച്ചും സുതാര്യവും പരസ്യവുമായ ഇടപാടാണ് എന്നാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഏതായാലും നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റ് ഔദ്യോഗിക വാഹനം അത് 40 വർഷം പഴക്കമുള്ളതാണ്. അത് മാറ്റി ഈ ആഡംബര വാഹനം ഖത്തർ നൽകുക എന്ന വിവാദം വലിയ തോതിൽ നടക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് 2018 ട്രംപ് ഒരു പുതിയ വിമാനത്തിന് ഓർഡർ ചെയ്ത് അത് 2029 മാത്രമായിരിക്കും പ്രസിഡന്റിന് ലഭ്യമാകുക എന്ന വിവരങ്ങൾ പുറത്തു വരുന്നതിനിടയിലാണ് ഈ ഖത്തറിന്റെ വിമാനം ഔദ്യോഗികമായി ട്രംപ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ വിഷയത്തിൽ തികച്ചും സുതാര്യമായ കാര്യമാണ് എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഇത് വലിയൊരു വിവാദമായി നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയിൽ ഉണ്ടാകുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ മധ്യേഷ്യൻ സന്ദർശനം എന്നത് പ്രധാനമാണ്. ആദ്യ ദിവസമായ ഇന്ന് അദ്ദേഹം സൗദി അറേബ്യയിലാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിൽ ലോകം ഉറ്റുനോക്കുന്ന ഈ സന്ദർശനത്തിൽ മറ്റ് ഗൾഫ് നേതാക്കളെ കൂടി സൗദി അറേബ്യ ക്ഷണിച്ചിട്ടുണ്ട് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ്, ബഹ്റൈൻ രാജാവ് ഹമദ് അൽ ഖലീഫ, കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ ജാബിർ അൽ സബ എന്നിവർക്കാണ് സൗദി രാജാവിൻ്റെ ക്ഷണമുള്ളത്. സൗദിയിൽ വെച്ച് നടക്കുന്ന ഗൾഫ് അമേരിക്ക ഉച്ചകോടിയിലും ട്രംപ് 2 ദിവസത്തിന് ശേഷമാണ് പങ്കെടുക്കുന്നുണ്ട് എന്ന പ്രധാനപ്പെട്ട വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇറാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു ചർച്ചയുണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. പലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ചയുണ്ടാകും. ഒപ്പം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ തൻ്റെ ഇടപെടൽ വളരെ വ്യക്തമായി തന്നെ ഗൾഫ് രാജ്യങ്ങളെ ട്രംപ് അറിയിക്കും എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. ഇത് മാത്രമല്ല, സൗദി അറേബ്യ ആദ്യമായി ആണവ റിയാക്ടർ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഒരു പശ്ചാത്തലം കൂടി. ഇതിനുള്ള സഹായം സൗദി അമേരിക്കയോട് തേടിയിട്ടുണ്ട്. സ്വാഭാവികമായും ഈ വിഷയത്തിലെ ഉദ്യമത്തിൽ അമേരിക്കയുമായി ബന്ധപ്പെട്ട സഹകരണം സൗദി പ്രതീക്ഷിക്കുന്നുണ്ട് താനും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി ഈ ചർച്ചയുടെ ഭാഗമാകും എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും മിഡിൽ ഈസ്റ്റ് മേഖലയിൽ അമേരിക്കൻ സമീപനം എന്താകുമെന്ന് ഈ സന്ദർശനത്തിൽ ട്രംപ് വ്യക്തമാക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമോ എന്ന കാര്യത്തിലൊക്കെ അത്തരത്തിലുള്ള തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. അതേസമയം ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ വലിയ തോതിലുള്ള പ്രതീക്ഷകൾ ഗൾഫ് രാജ്യങ്ങൾക്ക് ട്രംപിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുണ്ട്. ആഗോളതലത്തിൽ പലവിധ വിഷയങ്ങളിലും സമീപകാലത്തായി ഇടപെടുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ കാഴ്ചയുണ്ട് ട്രംപുമായി ബന്ധപ്പെട്ട്. ഈ വിഷയങ്ങളിലൊക്കെ ട്രംപിന്റെ സഹായവും സഹകരണവും ഗൾഫ് മേഖല പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഗൾഫ് രാജ്യങ്ങൾക്ക് അമേരിക്കയോടുള്ള നയംമാറ്റം സമീപകാലത്തായി ഉണ്ടായ പശ്ചാത്തലം കൂടി ചേർത്ത് വെക്കണം. ഇതൊക്കെ വരുമ്പോൾ ലോകം ഉറ്റുനോക്കുന്ന വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ചില തീരുമാനങ്ങൾ ഈ സന്ദർശന വേളയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. രഞ്ജിത്ത് രാമേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്.